കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ 2 ഗ്രാമങ്ങൾ, ചൂരൽമലയും മുണ്ടക്കൈയും. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇളമ്പേരി കുന്നിൽ നിന്നും തുടക്കം കുറിക്കുന്ന ചാലിയാർ പുഴ ഈ 2 ഗ്രാമങ്ങളുടെയും മനോഹാരിതയെ നിലനിർത്തുന്നു. അന്ന് ഒരവധി ദിവസമായിരുന്നു. ഇതാണ് ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും നമ്മൾ പറയാം. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താൻ അവസ്ഥയാണുള്ളത്. ഞാൻ വെറുതെ ഒരു ടോർച്ച് അടിച്ചപ്പോഴാണ് ഒരു ബോഡി കണ്ടത്. 2 നിലയോളം മണ്ണ്. ചൂരൽമലയും മുണ്ടക്കൈയിലും ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു വലിയ പ്രദേശമാണ് ഇത്. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടായത് വലിയ രീതിയിൽ മണ്ണൊഴുക്ക്, വലിയ മണ്ണ് കുത്തി ഒലിച്ചു വന്നിരിക്കുന്നു. വഴിയില്ല, ഒറ്റപ്പെട്ടാക്കില്ല. കാരണം പാലം പൂർണ്ണമായി പോയി. മുണ്ടക്കൈ മട്ടമനി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മൃതദേഹങ്ങൾ പലയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ തന്നെയാണ് ഉരുൾപൊട്ടിയ സ്ഥലത്ത് തന്നെ. എന്റെ അമ്മ മണ്ണിന്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണും. മുണ്ടക്കൈ കംപ്ലീറ്റ് പോയി. പൂർണ്ണമായും തുടച്ചു നീക്കിയ ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. അരികുകളിൽ ചില കെട്ടിടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ജീവഹാനി ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായത്. വലിയ ഒരു മലവെള്ളപ്പാച്ചിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുകയായിരുന്നു. അതിന്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണ്? കിടക്കുന്ന കട്ടില്, ബെഡ്, ഫ്രിഡ്ജ് ഇതെല്ലാം റോഡിലുള്ളത്. ഈ മണ്ണിനടിയിൽ, ഈ ചെളിക്കടിയിൽ എത്ര മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. മുണ്ടക്കൈയിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള വെള്ളാർമല സ്കൂൾ കെട്ടിടത്തിന്റെ ഏതാനും ഭാഗം ഒഴികെ ബാക്കിയെല്ലാം തകർന്നു. വീട് പോയി. മരണം 7 ആയിരിക്കുന്നു. ഇതുവരെ 19 മരണം. മരണം 24 ആയിരിക്കുന്നു. മരണസംഖ്യ 44ലേക്ക് എത്തുന്നു. 114 മരണം. ഒരു കുടുംബത്തിലെ 18 പേരെയാണ് കാണാതായത്. 135 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. இன்னும் மண்ணுக்குள்ள புதைந்தவங்க நிறைய பேர் இருந்துட்டு இருப்பாங்க. ஒவ்வொருத்தங்களையா காப்பாற்ற வேண்டியது இருக்கும். ജനകീയ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 4 പേരുടെ വിവരം ഇതുവരെയും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നലെ കസേരയിൽ ഇരിക്കുന്ന രീതിയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. മുണ്ടക്കൈയിൽ ഉരുളെടുത്തവരുടെ കൂട്ട സംസ്കാരത്തിന് ഒരുങ്ങുകയാണ്. പെട്ടെന്നാണ് ഞങ്ങൾക്കില്ല. അവന്റെ വീടിനുള്ള സ്ഥലം പോലും. പക്ഷേ മനസ്സിനെ തകർത്ത് കളയുന്ന നിമിഷങ്ങളിലും കേരള ജനത ആരെയും കൈവിടില്ല. സ്വയം ജീവൻ പണയം വെച്ച് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്നും കൈത്താങ്ങായി മാറുന്നു ഈ മനുഷ്യർ. I see my light down in the days. We'll overcome. We will prevail. Save me before I'm gone forever. കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതും പറഞ്ഞറിയിക്കാം. കണ്ടറിഞ്ഞതിനും കൊണ്ടറിഞ്ഞതിനും അന്നേരമല്ലാതെ പിന്നൊരു ജന്മമില്ല. എങ്കിലും ഓർത്തു നോക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ദുരന്തകാലത്തെക്കുറിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച്, വേദനകളെക്കുറിച്ച്. നാളെ വെറുമൊരു കഥ മാത്രമായി തുടരാൻ വിധിക്കപ്പെട്ട മനുഷ്യജീവിതത്തിന്റെ നിസ്സഹായതകളെക്കുറിച്ച്. ആത്യന്തികമായി വാർത്തയാകുന്ന
അർത്ഥശൂന്യത. ഉയരാ